ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ശരിക്കും ഒരു നല്ല ഇൻഫ്ലുവൻസ് ആണോ അതോ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണോ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ത്യജിക്കുന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ലൈഫ് വെച്ച് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങളുള്ളെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഈ ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവറിത്തിങ് യു വാണ്ട് ഈസ് ഇൻ അതർ സൈഡ് ഓഫ് ഫിയർ. നമുക്ക് എല്ലാവർക്കും കംഫർട്ട് ഇഷ്ടമാണല്ലേ? സിമ്പിളായിട്ട് നമ്മുടെ ബെഡ്റൂം, നമ്മുടെ സ്വന്തം ബെഡ്, നമ്മുടെ ബെഡ് സ്പേസ്, അതൊക്കെ ഒരു കംഫർട്ടിൻ്റെ ഒരു സിമ്പിളാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ആ കംഫർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇറ്റ് ഫീൽസ് ഗുഡ്, ഫീൽസ് ലേസി. ചിലപ്പോഴൊക്കെ നമുക്ക് ലേസി ആയിട്ടിരിക്കാൻ എന്ത് ഇഷ്ടമാണല്ലേ? ഭയങ്കര സുഖമുള്ള പരിപാടിയല്ലേ? ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു ദിസ് കംഫർട്ട് ഹോൾഡിങ് യു ബാക്ക് ഫ്രം ദ ലൈഫ് യു കുഡ് ഹാവ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം കംഫർട്ടബിൾ ആയിട്ട് പോവാന്നുള്ളതിനെക്കാട്ടിലും ശാശ്വതമായിട്ടുള്ളൊരു ഫ്യൂച്ചറാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു ഫ്യൂച്ചറിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഓൾറെഡി മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടേക്ക് എത്താനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കംഫർട്ട് സോണൊന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലൈഫിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നറിയോ? ഒരുപാട് ഈസി ചോയ്സസ് നമ്മുടെ മുമ്പിലുണ്ടാവും. അതിൽ പലതും നമുക്ക് ഈസി ആയിരിക്കും ചൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, മറ്റൊരു കമ്പനിയിലേക്ക് പോവുക, അല്ലെങ്കിൽ കരിയർ ഷിഫ്റ്റ്. മനസ്സിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളെ പിടിച്ചു വലിക്കുന്നത് നമ്മുടെ തോട്ട്സ് ആയിരിക്കും. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും, വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുവരെ നമ്മൾ ജീവിച്ച ഒരു കംഫർട്ടിൻ്റെ ഒരു ഫീല് നമുക്കുണ്ട്. അത് നമുക്ക് വിടാൻ ശരിക്കും ഭയമായിരിക്കും. നമ്മൾ ഒരു സ്ട്രഗിൾസിനെ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് നമുക്കൊരു ഭയം ഉണ്ടാകാനുള്ള കാരണം. നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടല്ലോ നമുക്ക് വേണ്ട ഫ്യൂച്ചറിനെ പറ്റി. അത് നമ്മുടെ കുട്ടിക്കാലത്തും അഡൽട്ട്ഹുഡിലും ഒക്കെ ആയിട്ട് ഫോം ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. അപ്പം അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരിക എന്നല്ലാതെ വേറെ വഴിയില്ലെന്നുള്ളതാണ് സത്യം. നമുക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആവണം അല്ലേ? നമുക്ക് സക്സസ്ഫുൾ ആവണം, നമ്മൾ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യണം. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് നമ്മളൊരു പ്രൈസ് പേ ചെയ്യണം. നിലവിലുള്ള എൻവയോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇപ്പം നമുക്ക് ഒരുപാട് ഈസിയസ്റ്റ് ചോയ്സ് ഉണ്ടാവും ലൈഫിൽ. നമ്മൾ അതൊക്കെ ഇപ്പം ചൂസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ലേറ്റർ നമ്മൾ പലതും ഓർത്ത് റിഗ്രറ്റ് ചെയ്യും. നമ്മളൊരു മിഡ് ലൈഫ് ക്രൈസിസ് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സ്കെയറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആൾക്കാർ നമ്മളെ ഡൗട്ട് ചെയ്യും. ഈവൻ നമ്മൾ തന്നെ നമ്മൾ ഡൗട്ട് ചെയ്യും. നമ്മൾ പലപ്പോഴും ഫെയിൽ ആവും. നമ്മൾ പല കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ ഇതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദാറ്റ്സ് വൈ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങളുടെ ആഗ്രഹം അത്രയും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല. ഹാർഡായിട്ടുള്ള ചോയ്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവാതെ പോകില്ല. ടൈം ഡസ് നോട്ട് വെയിറ്റ് ഫോർ എനിബഡി. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു തോട്ട് വന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ നിലവിലിപ്പോൾ ധൈര്യമില്ല. അത് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി. നമ്മൾ ഫസ്റ്റ് അവെയർ ആവുക നമുക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ. അതറിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കുറേ ഈസിയാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ, എന്ത് ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആവും, അത് കണ്ടുപിടിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വന്നോളൂ. വി ജസ്റ്റ് ഹാവ് ടു ഫോളോ ദ പാത്ത്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമുക്ക് ആരും കണക്ഷൻ ഇല്ല. നമുക്ക് ആഗ്രഹമുള്ളൊരു ഫീൽഡിൽ നമുക്ക് ആരും കണക്ഷൻ ഇല്ല, ഒന്നുമില്ല, നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴികൾ മുമ്പിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും. അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എത്ര നേരത്തെ നമുക്ക് ലൈഫിൽ എന്താണോ വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നോ അവർ ഭാഗ്യവാന്മാർ. I know this is hard, but your 9 to 5 routine is not going to take you where you want to be in your life. So you cannot waste any more time. You have to start. You know what I mean?